നമസ്കാരം. ദി വൺ ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ 25 റെയിൻബോ സ്റ്റേഷൻ ബുള്ളറ്റിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു വന്ന ഒരു വ്യക്തി. ആളൊരു സോളോ റൈഡർ മാത്രമല്ല, ഒരു RJ കൂടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ദി വൺ ആൻഡ് ഓൺലി അംബിക കൃഷ്ണ. മാം നമസ്കാരം, വെൽക്കം ടു ദ ഷോ. മാം താങ്ക് യു സോ മച്ച്. ഈ ഒരു ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് വളരെയധികം സന്തോഷം. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. എന്തായാലും മാമിനെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, മാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ 25 റെയിൻബോ സ്റ്റേഷൻ മാം ട്രാവൽ ചെയ്തെത്തി. അപ്പോൾ എപ്പോഴാണ് ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യാം എന്ന് തോന്നിയ ഒരു മൊമെൻറ്റ് എപ്പോഴായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷനിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു എക്സ്പ്ലനേഷൻ തരട്ടെ. റെയിൻബോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതേതാ ഈ റെയിൻബോ സ്റ്റേഷൻ എന്ന് പലരും കേൾക്കുന്നുണ്ടാകും. എങ്കിലും പേരിലൊരു ഓൾ ഇന്ത്യ റേഡിയോയുടെ ടച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ റേഡിയോയുടെ എൻ്റർടൈൻമെൻറ്റ് സ്റ്റേഷനാണ് റെയിൻബോ. അത് നമ്മളെ ഇന്ത്യയിൽ 25 സ്റ്റേഷനാണ് ഉള്ളൂ. പക്ഷേ ആകാശവാണി കേൾക്കുന്ന ഒരുപാട് ശ്രോതാക്കളും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും. അപ്പം അതിൽ ഈ റെയിൻബോ സ്റ്റേഷൻസ് 25 എന്നുള്ളത് 18 സംസ്ഥാനങ്ങളിലായിട്ട് കിടക്കും. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടാണ് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്തത്. ഇങ്ങനൊരു തോട്ട് വരുന്നത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഇത്തരം സ്റ്റേഷൻസ് പോകണമെന്നോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തന്നെ അതും സോളോ ബുള്ളറ്റിൽ പോകണമെന്നൊന്നും എൻ്റെ ഒരിക്കലും ഒരു പഴയൊരു ആഗ്രഹമോ ഒത്തിരി വർഷത്തിന് മുന്നേ ഞാൻ ആഗ്രഹിച്ച് സെറ്റ് ചെയ്തു ഒന്നുമല്ല. കാരണം 2018 പ്രളയത്തിൽ കേരളത്തിൽ പുതുമയുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഇതുവരെ അനുഭവിക്കാത്ത പ്രളയം വന്ന സമയത്താണ് ഞാനും ബുള്ളറ്റ് എടുക്കുന്നത്. അതും ഒരു ബുള്ളറ്റ് റൈഡ് ചെയ്യാനോ ഓടിക്കാനോ ഒന്നും അറിയാത്ത സമയത്താണ് ബുള്ളറ്റ് എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത്. വണ്ടി കിട്ടിയതിന് ശേഷമാണ് ഓടിക്കുന്നത്, അപ്പം ഓടിച്ച് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ടോട്ടലി ഒരു അവെയർ അല്ലാത്തൊരു സമയത്ത് ഇങ്ങനെ ബൈക്ക് വരികയും അത് പിന്നെ വണ്ടി ഓടിച്ച് യാത്രകളൊക്കെ കേരളത്തിനകത്ത് തന്നെ, പുറത്തേക്ക് പോയിട്ടില്ല, അങ്ങനെ യാത്ര ചെയ്യുകയും പിന്നീട് ഒരു ജാനുവരി 26 ആ ഒരു സമയം, ജാനുവരിയിലാണ് 2021, ആ ജാനുവരി സമയത്താണ് എനിക്കിങ്ങനെ ഒരു ഓൾ ഇന്ത്യ യാത്ര പോയാലോ എന്നുള്ള ഒരു എങ്ങനെ പോകാം, അല്ലെങ്കിൽ പോകണം, ഒരു ലോങ് യാത്ര പോകണം എന്ന് എപ്പോഴും ആഗ്രഹമുണ്ടാകും. ഏതൊരു റൈഡറിനോ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓടിക്കുന്നോ സ്കൂട്ടർ ഓടിക്കുന്നോ ഏതൊരു പെണ്ണിനും ആണിനും ഒക്കെ ഉള്ളൊരു സ്വപ്നമാണ് ഒരു യാത്ര പോകണം എന്നുള്ളത്. പക്ഷെ അത് സോളോ പോകണോ ഗ്രൂപ്പ് പോകണോ എന്നുള്ളത് അവരുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്നാലും സോളോ എന്നുള്ളത് നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്ത ഒരു വാക്കായതുകൊണ്ട് എനിക്കത് ഗ്രൂപ്പിലേക്ക് പോകാൻ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു, സോളോ തന്നെയായിരുന്നു. സോളോ യാത്ര പോകാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. അതിലൊരു ഫസ്റ്റ് ഒരു തോട്ട് എനിക്ക് ഇട്ട് തന്നത് ഉമാ പ്രേമൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാം ഉണ്ട്. മാമാണ് ആക്ച്വലി കൊറോണ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് എനിക്കൊരു ബുള്ളറ്റ് യാത്ര പോകണം, നിൻ്റെ കൂടെ തന്നെ വന്നാൽ മതി. എനിക്ക് ആക്ച്വലി അവർ ഒരു VVIP ആണ്. പക്ഷെ അപ്പോൾ എനിക്കൊരു ഡൗട്ട്, അയ്യോ ഇത്രയും ഒരു VVIP എങ്ങനെ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വൺസ് ആ ഒരു തോട്ട് എൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടത് മാം തന്നെയാണ്. അട്ടപ്പാടിയിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് അവരെനിക്ക് ഭയങ്കര ഒരു മെൻറ്റർ കൂടിയാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ വന്നു, ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് ഇട്ട് വന്നു. ബട്ട് അതിന് കൊറോണ വന്നതിന് ശേഷം പിന്നെ പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ആ കൂടെ ഒരാളോടെ കൺസെൻറ്റ് എടുക്കേണ്ടുള്ളൂ, എൻ്റെ മോളോടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു തോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു യാത്ര പോവുകയാണ്, അങ്ങനെ ഓക്കെ ആണോ? അപ്പോൾ പറഞ്ഞു താൻ പ്ലാൻ തന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, പക്ഷേ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് മാസങ്ങളെടുത്തു ഈ ഒരു റൂട്ട്, കാരണം ഇതൊരു യൂഷ്വൽ റൂട്ടല്ല, ഒരു റൈഡറുടെ റൂട്ടല്ല. കാരണം പ്രത്യേകിച്ച് ഈ റെയിൻബോ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമൈസ്ഡ് റൂട്ടാണ്. സോ എനിക്ക് തന്നെ പ്ലാൻ ചെയ്യേണ്ടി വന്നു. അത് പ്ലാൻ ചെയ്ത ഒരു മാസം എടുത്തു ഞാനൊരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്യാൻ. ആ ഐറ്റിനറി എടുത്തു. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം, ഒരു മാസം കൊണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ കവർ ചെയ്തതിന് ശേഷം പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി എന്നാ പോകുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ സ്റ്റേഷനിലും ഓൾ ഇന്ത്യ റേഡിയോ നമ്മുടെ കൊച്ചി FM സ്റ്റേഷനിലും എല്ലാവർക്കും അറിഞ്ഞു, എല്ലാവരും തന്നെ ഇൻസ്പയർ ചെയ്തു, ഒരുപാട് എൻകറേജ് ചെയ്തു, എന്നെ പ്രോത്സാഹിപ്പിച്ചു പോകാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പൊക്കെ ശരിയാണോ എന്നൊക്കെ അറിഞ്ഞു. ആ ഒരു പിന്നെ പെട്ടെന്നായിരുന്നു ഇത്. പിന്നെ മനസ്സിൽ നമുക്ക് പെട്ടെന്ന് പോകാമെന്നുള്ള അതിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. സോ അതൊരു അങ്ങനെയുള്ള കാര്യം മൈൻഡ് സെറ്റ് അങ്ങനെയാണ് വന്നത്, അങ്ങനെ ഒരു തോട്ട് വന്നു. അപ്പോൾ ഈ ബുള്ളറ്റിനോടുള്ള ഇഷ്ടം അത് കയ്യിൽ കിട്ടിയതിന് ശേഷമാണോ വന്നത്, അത് മുന്നേ എങ്ങനെ ബുള്ളറ്റിനോട്? തീർച്ചയായിട്ടും എൻ്റെ ബ്ലഡിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മെക്കാനിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ഓട്ടോമൊബൈൽ ബ്ലഡ് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ചെറുപ്പം പോലെ ഞങ്ങളുടെ വീട്ടിൽ വണ്ടികൾ ധാരാളം കണ്ടു വളർന്നതാണ് ഞങ്ങൾ 3 പേരും. അപ്പം കാറാണെങ്കിലൊക്കെ. പക്ഷെ ഓടിക്കാൻ ഒരിക്കലും നമ്മളെ സമ്മതിക്കാത്തൊരു സംഭവമാണല്ലോ ഇത്. അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്.
പെണ്ണുങ്ങൾ ഓടിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അതെ, ആണുങ്ങൾക്ക് അതും ചെറിയതൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ചെറിയൊരു ഇപ്പൊ 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഓടിച്ചു നോക്കുക എന്ന് പറയാം. പക്ഷെ ഒരു 44 വയസ്സായ ലേഡി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ന്യൂ. അല്ലെങ്കിൽ എന്തോ ഒരു അത്രയും പ്രായമായിട്ടാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ യൂഷ്വലി വരുന്നതാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മളത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു സോളോ ട്രിപ്പിന് മാമിനെ ഇൻസ്പയർ ആയത് എന്തായിരിക്കും? സോളോ ട്രിപ്പിന് ഇൻസ്പയറിംഗ് എന്ന് പറയുന്നത് ഒന്ന് വാഹനത്തോടുള്ള ഇഷ്ടം, 2 കാഴ്ചകൾ കാണുക, ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളത് കൊണ്ട് കാഴ്ചകൾ ഒരുപാട് കാണുക, അത് ഒപ്പിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ 3rd വൺ എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. നമ്മളൊരു ബുക്ക് വായിക്കാൻ എടുത്താൽ അതിനെക്കുറിച്ചില്ല, അത് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ചിലപ്പോൾ 2ാമോ 3ാമതോ വായിക്കാൻ തോന്നും. അതുപോലെ തന്നെ ഓരോ യാത്രകളും നമ്മളെ പല പല കാഴ്ചകളാണ്, പല പല അനുഭവങ്ങളാണ് തരുന്നത്. പല യാത്രകളിൽ അങ്ങനെ ഇപ്പം KSRTC ബസ്സിൽ പോയാലും ഓട്ടോറിക്ഷയിൽ പോയാലും എല്ലാം ന്യൂ അനുഭവങ്ങളാണ്, പുതിയ അനുഭവങ്ങളാണ് ഓരോ യാത്രയിലും. അതിപ്പോൾ ഇവിടുന്ന് ഈ ജംഗ്ഷൻ വരെ സാധനം മേടിക്കാൻ പോകുന്നതാകാം, ചിലപ്പോൾ ഹിമാലയത്തിലേക്ക് പോകുന്നതാകാം, എല്ലാം ഓരോരോ അനുഭവങ്ങളാണ് തരുന്നത്. ചിലപ്പോൾ കാണുന്ന കാഴ്ചകളാകാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വരി കുറിക്കുന്നതാകാം. പ്രത്യേകിച്ച് നമ്മളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ആർജയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുനിന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് റിട്ടൺ, അല്ലെങ്കിൽ എഴുതിയൊരു സ്ക്രിപ്റ്റ് നോക്കിയല്ല നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ കണ്ട കാഴ്ചകൾ പറയാം, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം തന്നെ എന്നോട് സംസാരിച്ച ചോദ്യത്തിന് ഉത്തരമായിരിക്കില്ല ഞാൻ പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഈ ഒരു 1 hour എന്നുള്ളത് ഒത്തിരി നീണ്ടുപോകും സംസാരം കൂടുതലായതുകൊണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം യാത്രകൾ എപ്പോഴും നമ്മളെ സ്ഫുടം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസൈൻസ് പറയുന്നത്. ഇപ്പോൾ മാം ഒരു വീട്ടമ്മയാണ്, അതുപോലെ അക്കൗണ്ടന്റ് ആയിരുന്നു, പിന്നെ RJ സോളോ റൈഡർ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളൊന്നും നേരത്തെ മുൻകൂട്ടി വിചാരിക്കുന്നതല്ല, ഓരോ ഘട്ടങ്ങളിലൂടെ പോകുന്നതാണ്. ഇപ്പം വീട്ടമ്മയായിരുന്ന സമയത്ത് പക്കാ വീട്ടമ്മയായിരുന്നു, ഒരു കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കിയിട്ടുണ്ട്, വളരെ സ്ട്രഗിൾ ചെയ്തും ഉള്ള ലൈഫ് പോയിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്ത് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് കുറേ സപ്പോർട്ട് വേണ്ടി വരും. ഫാമിലി സപ്പോർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതിൽ നിന്നൊക്കെ നമുക്ക് സ്വായത്തമാക്കിയ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് അത് തന്നെയായിരിക്കാം മേ ബി സോളോ ട്രാവലിൽ എനിക്ക് കിട്ടിയത്. അല്ലാതെ ഇത് എങ്ങനെ നമ്മളിത് എല്ലാം കൂടെ, കാരണം ഞാൻ കേരളം വിട്ട് യാത്ര ചെയ്തിട്ടില്ല, ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു മുന്നോടി എന്നുള്ള രീതിയിൽ ഞാൻ സേലം ചിദംബരം തന്നെ പോയിരുന്നു. അതാണ് എൻ്റെ ആ യാത്രയിൽ എനിക്ക് തോന്നി, ഇതുപോലെ ഇങ്ങനെ നിർത്തി ഓരോ സ്ഥലങ്ങൾ കണ്ടിത് അങ്ങ് പോയാൽ പോരെ. ഇതിനകത്ത് വലിയ വ്യത്യാസം, പക്ഷേ ഇതിലൊരു വലിയ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്. വൺസ് ഈ യാത്ര പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പിന്നീട് ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നുള്ളതുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ ഉണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം, അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു അത് നമുക്കുള്ളതാണ്. ഈ ഓൾ ടുഗദർ നമ്മുടെ ലൈഫിലെ പ്രൊഫഷൻ പ്ലസ് ലൈഫ് ബാലൻസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്തരം ചില അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ കിട്ടുന്ന ആ ഒരു ലെസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ മാം ഇപ്പൊ ഫസ്റ്റ് സേലം പോയി എന്ന് പറഞ്ഞു, അപ്പൊ ആ ഒരു ട്രാവൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ ആദ്യമായിട്ടാണ് പോകുന്നത്, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? പാലക്കാട് അങ്ങനെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, കോഴിക്കോട് പാലക്കാട് അങ്ങനെയൊക്കെ ഞാൻ തന്നെ പോയിട്ടുണ്ട് ഡെയിലി വരും. പക്ഷെ രാത്രി വണ്ടി ഓടിക്കാറില്ല. രാത്രി എനിക്ക് ഒന്നാമത്തെ കാര്യം വിഷൻ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കോ ആർക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണ്ട, മനസ്സിലായില്ല. അത്രയും ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാത്രി വണ്ടി ഓടിക്കാറില്ല. ഡേ ടൈം എങ്ങനെയാണെങ്കിലും പോകും. പിന്നെ നമ്മൾ ആളുകൾ നമ്മളെ നോക്കുമ്പോൾ ഇങ്ങനെ വളരെ ആശ്ചര്യത്തോടെ നോക്കുന്നവരും ഉണ്ടാകും, നമ്മളെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അപായപ്പെടുത്താനുള്ള ഇതും ഉണ്ടാകാം. എല്ലാ തരത്തിലുള്ള ആളുകളെയും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള എല്ലാവരും നല്ല ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ പോകരുത്. എല്ലാ ടൈപ്പ് ഓഫ് ആളുകളെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട് ഓരോ യാത്രയിലും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ ആദ്യത്തെ യാത്ര ഈ പറഞ്ഞ പോലെ ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, മോള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, വർക്ക് ഫ്രം ഹോം ആയിരുന്നു കോവിഡ് സമയത്ത്. അപ്പം ഞാനിതുപോലെ എനിക്ക് ചിദംബരത്തിൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തു, ലൈവ് ചിദംബരം ആ സിനിമയെ കുറിച്ചിട്ട് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ആ അമ്പലത്തിലേക്ക് പോകണം, സി ഹൗ എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മിത പട്ടേൽ, മുരളി ഒക്കെ അഭിനയിച്ച ആ സിനിമയെ കുറിച്ച് അതിനെക്കുറിച്ച് കുറേ പഠിച്ചും അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹം വന്നു.
എന്നാൽ പിന്നെ വിട്ടാലോ, എങ്ങനെയാണ് എൻ്റെ ദൂരം നോക്കി. സേലത്ത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി നിൻ്റെ വീട്ടിൽ സ്റ്റേ ആണോ, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു നീ ഇങ്ങോട്ട് കയറി വാടി, ഇങ്ങോട്ട് വാ, നിൻ്റെ വാസുവിനെ എടുത്തുകൊണ്ട് ഇങ്ങ് പോരെയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകുന്നേരം 6 മണി മുതൽ 9:30 ആയപ്പോൾ സേലത്തെത്തി. പിറ്റേ ദിവസം രാവിലെ പോയി ചിദംബരം അമ്പലം എല്ലാം കണ്ടു. അതുപോലെ തന്നെ കുറച്ച് അകത്തേക്ക് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല, പുറത്ത് ഗോപ്രോ ഒക്കെ വെച്ച് കുറച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതൊരു അനുഭവമാണ്. തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്കും വണ്ടി ഓഫായി പോകുന്നുണ്ട്. കുറച്ച് ഒരു വിജനമായ ഏരിയയിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ കുരങ്ങന്മാർക്ക് ധാരാളമായിട്ട് വഴിയിലിരിപ്പുണ്ട്. അപ്പോൾ വണ്ടി ഓഫായി പോവുകയും ഈ കുരങ്ങന്മാരും അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നു. അവിടെ നിന്ന് പിന്നെ പാക്ക് ചെയ്തിട്ടാണ് എറണാകുളത്തേക്ക് വന്നത്. വണ്ടി ട്രെയിനിലാണ് വന്നത്. ഇപ്പൊ മാം പറഞ്ഞു മാമിന്റെ ബുള്ളറ്റിന്റെ പേരാണ് വാസു. അതെങ്ങനെ ആ ഒരു പേര്? വാസു എന്ന് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പേരാണ്. അപ്പോൾ അങ്ങനെ വന്നു. ഞാൻ പിന്നെ ഇങ്ങനെ നമ്മളൊരു ആള് എന്നുള്ള രീതിയിലാണ് അത് ഒരു എപ്പോഴും നമ്മളൊരു കൂട്ടായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. വാസു എന്നേക്കാൾ ഫേമസ് ആണ്. സാധാരണ ഒരു ബൈക്കുമായിട്ടുള്ള പടം ഇട്ട് കഴിഞ്ഞാൽ വാസുവിന് സുഖമല്ലേ, വാസു എവിടെ ഇല്ലേ, വാസു എന്ത് ചെയ്യേ എന്നൊക്കെ ചോദിക്കും എൻ്റെ ലിസണേഴ്സ് പലരും. അപ്പോൾ മാമിന്റെ ഈ ഒരു ട്രാവലിൽ മാമിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുമ്പോൾ? ട്രാവൽ ചെയ്യുമ്പോൾ സപ്പോർട്ടിങ് സിസ്റ്റം ആദ്യം നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു റാപ്പോ ഉണ്ട്. ഇപ്പോൾ ലൈക്ക് എൻ്റെ വണ്ടിയും ഞാനും, എനിക്ക് ആ വണ്ടിയെ നന്നായി അറിയാം. ഇത് എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ കുഴപ്പങ്ങൾ എവിടെയാണ്, ഇതിനെങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഒരുപാട് മെക്കാനിസം അല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനോട് ഒരു റിലേഷൻഷിപ്പ് വരും, അല്ലെങ്കിൽ ഒരു ടെലിപ്പതി എന്നൊക്കെ പറയത്തില്ലേ, അത് വരും. അത് ഈ യാത്ര പോകാനായിട്ട് കുറച്ച് കസ്റ്റമൈസ് ചെയ്തു. വണ്ടി കസ്റ്റമൈസേഷൻ ഇപ്പോൾ ലൈക്ക് ഇത്തരം റൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എങ്ങനെ എന്തൊക്കെ ഒരുക്കങ്ങൾ വേണം, ആ ഒരുക്കങ്ങൾക്ക് കുറച്ച് ഫിനാൻസ് വേണ്ടി വന്നു, അല്ലെങ്കിൽ കുറച്ച് പൈസ ആവശ്യമാണ്. കാരണം ഇത് യാത്രയ്ക്ക് പോകുമ്പോൾ 2 ബാഗ്, പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊന്നും, സാധനങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകണമെന്നൊന്നും ആരും പറഞ്ഞു തന്നില്ല. അല്ലാതെയുള്ള ബൈക്ക് എങ്ങനെ റെഡിയാക്കാം, അങ്ങനെ ഒരാഴ്ചയോളം ഞാനും ആ വർക്ക്ഷോപ്പിലിരുന്നു. നമ്മുടെ അടുത്ത് പരിചയമുള്ളൊരു പയ്യനാണ്, വീടിനടുത്ത് തന്നെ, അവരുമായിട്ട് കൂടെ ഇരുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ചേച്ചി ഇങ്ങനെയാണ്. പിന്നെ ഈ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഒരു 200 kg ആണ്, 180 kg ബൈക്ക്. പിന്നെ ഈ ഇതെല്ലാം പാക്കിംഗ് എല്ലാം കൂടെ വന്നൊരു 200 കിലോ ഉണ്ട്. നമുക്കിതൊന്നും ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറ്റത്തേ ഇല്ല. അപ്പോൾ അത് എനിക്കറിയാം. പക്ഷേ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇപ്പോൾ പഞ്ചർ ആയിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പഞ്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനെല്ലാം പാക്കും എല്ലാവരും തന്നു വിട്ടു. അപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ അറിഞ്ഞു. പിന്നെ നമ്മൾ ഒരു റിമോട്ടായിട്ടുള്ള പ്ലേസിൽ ഒന്നും പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സുരക്ഷിതമായൊരു ഇതെന്നുള്ള രീതിയിൽ പകൽ മാത്രമേ റൈഡ് പോയിട്ടുള്ളൂ. ഒരു ഏർലി മോർണിംഗ് 5 മണിക്ക് തൊട്ട് ഒരു 2-1 മണി വരെയോ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ ടൈം അത്രയും സമയത്തിനുള്ള ഒരു 400-380 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഓടിയെത്തും. അത് ഏറ്റവും ബുദ്ധിമുട്ട് വന്നത് ഈ ക്ലൈമറ്റാണ്. മഴ വന്നു, വെള്ളപ്പൊക്കം വന്നു, വെയിൽ വന്നു, ചൂട് വന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. നോർത്തിലേക്ക് പോയി മേഘാലയൊക്കെ ആയപ്പം ഏറ്റവും തണുപ്പായിരുന്നു. അതിനുശേഷം UP-യിലേക്ക് വീണ്ടും വരുമ്പോൾ ഭയങ്കര ഹീറ്റ് വേവ് അടിച്ച് പനി വന്നു. പിന്നെ തിരിച്ച് പഞ്ചാബ് കഴിഞ്ഞ് തിരിച്ച് ഡൽഹി ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് എത്തുന്നത് ഞാൻ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് 10 hours മഴയത്തിന് റൈഡ് ചെയ്തിട്ടാണ്. 10 മണിക്കൂർ കണ്ടിന്യൂസ് മഴയത്ത്. അതൊക്കെ ഭീതിയുള്ള ചില ദിവസങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഭീതിപ്പെടുത്തിയ കാഴ്ചകളാണ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടത്. അതൊക്കെ തന്നെ ഒരു അനുഭവമാണ്. നമുക്കതെങ്ങനെ അടുത്തൊരു യാത്രയിൽ എന്തൊക്കെ കരുതലാകാം എന്നുള്ളതിന്. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എന്തൊക്കെയാ കൊണ്ടുപോയേ, എങ്ങനെയായിരുന്നു എന്നുള്ളത്. നമുക്ക് കുറെ സേഫ്റ്റി മെഷേഴ്സ് നമ്മുടെ കയ്യിൽ വേണമല്ലോ പോകുമ്പോൾ. തീർച്ചയായിട്ടും സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവിതം പണയം വെച്ചാണ് നമ്മൾ പോകുന്നത്. കാരണം 2 വീലിലാണ് പോകുന്നത്, 2 വീലേ ഉള്ളൂ. ഈ 2 വീല് ബാലൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. റോഡ് എങ്ങനെയായിരിക്കും നമുക്കറിയാം. എന്നാലും ഒരു 90% ഓഫ് കേരളം ഒഴിച്ചാൽ ബാക്കി 90% റോഡ് നല്ല റോഡായിരുന്നു. കേരളത്തിൽ മാത്രമേ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ, ബി ഫ്രാങ്ക്. അപ്പോൾ അല്ലാതെ ഈ പറഞ്ഞ ആസാം പിന്നെ ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും മാത്രം ആ വെള്ളപ്പൊക്കത്തിൽ റോഡൊക്കെ കേടായ റോഡുണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു നല്ല റോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ദുർഘടമായ റോഡിലൂടെ ഒന്ന് മറിഞ്ഞു വീണാൽ തന്നെ ഇത് പൊക്കി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് പിന്നെ ഒരാളുടെ സഹായം വേണം. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് കുറേ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഈ റോഡിലൂടെ എത്ര സ്പീഡിൽ പോകാം, എങ്ങനെയാണ് എന്നുള്ളത്. ആ കൂടെയുള്ള നമ്മളൊരു വഴികാട്ടി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് മാത്രമായിരുന്നു. ഓരോ ദിവസവും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഷെഡ്യൂൾ ചെയ്ത് ആ ടൈം വെച്ചിട്ട് ഡ്യൂറേഷൻ വെച്ചിട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത് നമ്മൾ ബൈക്ക് റോഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മൊത്തം. ഇപ്പം മാം 25 റെയിൻബോ സ്റ്റേഷൻസ് കവർ ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ്
എങ്ങനെയായിരുന്നു? പിന്നെ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവുമല്ലോ, അതും എങ്ങനെയാണ് നമ്മൾ? തീർച്ചയായും. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റേഷൻ്റെ ജനനം മുതൽ അതിൻ്റെ നമ്മുടെ ഓൺ ബേബി എന്ന് വേണേൽ പറയാം. നമ്മൾ മോൾഡ് ചെയ്താണ് പ്രോഗ്രാംസിലൂടെ ആ സ്റ്റേഷൻ അല്ലെങ്കിൽ ചാനൽ. അപ്പോൾ റെയിൻബോ സ്റ്റേഷൻ കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ്, അവിടെയാണ് ആദ്യം മുതലേ വർക്ക് ചെയ്തത്. ഇത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം ഈ എത്ര സ്റ്റേഷൻ ഉണ്ട് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല എത്ര സ്റ്റേഷനാണ് റെയിൻബോ സ്റ്റേഷൻസ് ഉള്ളതെന്ന്. ഈവൻ FM-ലുള്ളവർ സീനിയേഴ്സ് ഓഫീസേഴ്സിനോട് ചോദിച്ചപ്പോൾ 17 18 എന്നൊക്കെ ചോദിച്ചു. പിന്നെ അതിനൊരു റിസർച്ച് ആയിരുന്നു. അത് കണ്ടുപിടിച്ചു, എവിടേക്കാണ് ഏത് സ്റ്റേറ്റിലേക്കാണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചു, അതിനെ ഇങ്ങനെ പിൻ ചെയ്തു എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സ്റ്റേഷനിലേക്ക് പോകുമ്പം അവർ ശരിക്കും ഭയങ്കര സന്തോഷം. കാരണം എല്ലാം ലൈവ് സ്റ്റേഷനാണ്, നമ്മൾ ലൈവ് പ്രോഗ്രാംസാണ് ചെയ്യുന്നത്, ഒന്നും റെക്കോർഡഡ് അല്ല. സോ നമ്മുടെ സ്റ്റുഡിയോയ്ക്കകത്ത് നിൽക്കുന്ന അതേ ഫീലായിരുന്നു. എല്ലായിടത്തും ചെന്നപ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അവിടെ തന്നെ എല്ലാ ദൂരദർശനിലെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ എല്ലാ ചാനലിലും ലൈവ് പ്രോഗ്രാംസ് പോവുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് കേൾക്കാം. കാരണം പ്രസാർ ഭാരതിയുടെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഓൾ ഇന്ത്യയിലെ എല്ലാ പ്രോഗ്രാംസും നമുക്ക് കേൾക്കാൻ സാധിക്കും. സോ അപ്പോൾ എല്ലാവരും ചോദിക്കും, നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു, അതിൽ ഇടും ഇന്ന് എപ്പോഴാണ് ഇൻ്റർവ്യൂ ഉള്ളത്. അപ്പോൾ അവരുടെ ലാംഗ്വേജിലാണ്. പിന്നെ നമുക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പം ആങ്കറിങ് ചെയ്യുന്ന ആ ആങ്കറിൻ്റെ ഭാഷയിൽ അവിടുത്തെ എന്താ പറയുക റീജിയണൽ ലാംഗ്വേജിലാണ് അവർ പറയുക. നമ്മളോട് ചോദിക്കുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണെങ്കിലും അവരുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കണമെങ്കിൽ അവരുടെ ഭാഷയിൽ പറയണം. അപ്പം നമ്മളെ മുന്നിലിരുത്തിയിട്ട് നമ്മളെക്കുറിച്ച് ഒറിയയിലും ബംഗാളി ഭാഷയിലും അതുപോലെ തന്നെ പഞ്ചാബി ലാംഗ്വേജിലും ഒക്കെ പറയുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവരുടെ ആ കേൾക്കുന്ന ആളുകളുടെ സന്തോഷം അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ പറഞ്ഞ 18 സ്റ്റേറ്റിലൂടെ പോയപ്പോഴും അതൊരു വലിയൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ മുന്നിൽ വെച്ച് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കൂടിയായിരുന്നു. മാമിന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ലാംഗ്വേജസ് പഠിക്കണം? കാരണം ഇത്രയും സ്റ്റേറ്റിലൊക്കെ പോയപ്പോൾ നമുക്ക് പുതിയ പുതിയ ലാംഗ്വേജസ് കേൾക്കാണല്ലോ, അപ്പോൾ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ലാംഗ്വേജസ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി, തോന്നലുണ്ട്. പിന്നെ അതിനൊക്കെ കുറച്ചും കൂടെ ഇരിക്കണമല്ലോ ഓരോ ആളുകളുമായിട്ട് ഇങ്ങനെ. പക്ഷെ അവരെല്ലാവരും തന്നെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് either മലയാളം തമിഴ്, ഇപ്പം തെലുഗു വിസാഖിലൊക്കെ പോയാലും കുറേ തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം കൂടെ കലർന്നിട്ടുള്ളതാണ്. അത് മേഘാലയയിലും പിന്നെ ഗോവയിലും മാത്രമേ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂസ് എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും അവരവർ കൂടുതലും ഹിന്ദിയിലാണ്. കാരണം ഇപ്പം ഒറീസയിലൊക്കെ ചെന്നിട്ടാണെങ്കിലും കൂടുതൽ ആളുകൾക്ക് ഹിന്ദി അറിയില്ല, അവിടുത്തെ ആർജേസിന് അറിയില്ല. പിന്നെ ഹിന്ദി അറിയാവുന്ന ഒരു ആർജനെ കൊണ്ടുവന്ന് ഹിന്ദിയിലാണ് എടുത്തതൊക്കെ. പിന്നെ അങ്ങനെ രസമായിരുന്നു. അവരുടെ റീജിയണൽ ന്യൂസ് പേപ്പറിലും അത് വന്നു. അങ്ങനെ ഒരു ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് മാമിന് ഇങ്ങനെ ഒരു ട്രാവലിൻ്റെ സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ അതിന്നൊക്കെ എങ്ങനെയാണ് മാം സർവൈവ് ചെയ്തത്? നമ്മുടെ മനസ്സിനകത്തൊരു വലിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീവ്രമായ ആഗ്രഹമാണെങ്കിൽ അത് നടത്തിക്കും എന്നുള്ളൊരു ഇതുണ്ടല്ലോ, നമ്മുടെ അങ്ങനെ ഒരു കോട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ആക്സിഡൻറ്റ് വന്നപ്പോഴത്തേക്കും എന്താ ബോധമുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ എനിക്ക് മുറിവൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡ് ലിഗ്മെൻറ്റ് എല്ലാം പൊട്ടിപ്പോയി. ഇപ്പോൾ കാലിങ്ങനെ തൂങ്ങി ആടുക. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമാണ് അറിയില്ലാത്തത്. അപ്പം ബെറ്റർ നമുക്കൊരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ കിട്ടണം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായാൽ എനിക്ക് അതിനെ സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അതിനെ ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇത് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് തന്നെ പറഞ്ഞു. കാരണം വെച്ചാൽ ഇനി ഒന്നും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പോയിട്ട് വണ്ടി കയറിയിരിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഗിയറൊക്കെ ഇടുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഇനി സാധ്യമല്ല, ഇനി ഒരു 6 months നിങ്ങൾ ബെഡ് റിഡൺ ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് ഡോക്ടർ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മാത്രം ആഗ്രഹമല്ല, ഒരുപാട് പേരുടെയും കൂടെ ഒരു ഇഷ്ടം, അവർക്ക് പ്രചോദനം തരുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഈ ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പം അവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നൽ വന്നത്. അപ്പം ഈ ആളുകളിലേക്ക് ഇത് വൺസ് ഞാനിത് ബ്രേക്ക് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ സഡൻ ഉണ്ടാവുന്ന അവരുടെ ഒരു ഇതും പ്ലസ് ഞാനില്ലാണ്ടാവുകയാണെന്ന് എനിക്കറിയാം. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 10ഓളം ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുത്തു പല സ്ഥലത്ത് നിന്നിട്ട്. പിന്നെ ഭാഗ്യത്തിന് നമുക്ക് അവിടെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റേ കിട്ടി എന്നുള്ളതാണ്. ആ ഒരു വീട്ടിൽ തന്നെ നമ്മളെ നോക്കി ഒരു 6 ദിവസം ഞാൻ അവിടെ നിന്നു. അതിനുശേഷം ഞാൻ അവിടുത്തെ അടയാറിലെ യൂത്ത് ഹോസ്റ്റലിൽ പോയി സ്റ്റേ ആയതിനു ശേഷം ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം കുറച്ച് ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു നോക്കാം അംബിക എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ കുറച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായി. പിന്നെ മുറിവെണ്ണയൊക്കെ കെട്ടി ആ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു ഞാൻ, ആ റൂമിൽ തന്നെ ഇരുന്നു. ഇല്ല തീർച്ചയായിട്ടും എനിക്കത് അവർ പറഞ്ഞു 6 months ഒക്കെ പോണീന് എപ്പം നടക്കാൻ പറ്റുന്നൊന്നുമല്ല. വാക്കറൊക്കെ വെച്ച് നടന്നു, പിന്നെ പതുക്കെ ഞാൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നടന്നു. വേദനയുണ്ട്, എന്താ സംഭവിച്ചേക്കണേന്ന് നമുക്കറിയില്ല. പിന്നെ ഞാൻ ഡെക്കാത്തലിന് ഒരു ക്യാപ്പൊക്കെ മേടിച്ചിട്ടിട്ട് തലേ ദിവസം പിന്നെ ഒന്നും നോക്കില്ല. നമുക്കിത്
പോകാൻ പറ്റും എന്ന് മനസ്സിൽ കരുതി ആ ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ നടന്നു തുടങ്ങി. പിന്നെ മരുന്നൊക്കെ തന്നു വിട്ടു, എണ്ണയൊക്കെ ഇടയ്ക്ക് പുരട്ടിയിട്ട് നിൽക്കണം, കാല് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത്. നമ്മൾ എത്രയോ തവണ ഞാൻ ആ ബ്രേക്കിൽ കാല് എടുത്തിട്ട് നമ്മൾ കാല് റെസ്റ്റ് വെക്കണ്ടേ, ഇങ്ങനെ തൂക്കിയിടാതെ ക്രാഷ് ഗാർഡിലേക്ക് കാല് വെച്ച് പോയിട്ടുണ്ട്. ഒരുപാട് ദൂരങ്ങൾ പോയിട്ടുണ്ട്. കാരണം ഒന്നോർത്താൽ ഈ ഹൈവേയിൽ പോകുമ്പോൾ ഏറെക്കുറെ നമ്മളൊരു ഗിയർ ഇട്ട് അങ്ങ് പോയാൽ മാത്രം മതി, സൈഡ് പിടിച്ച് അങ്ങ് പോയാൽ മതി, ഒരുപാട് വണ്ടികളുണ്ടാവില്ല. പിന്നെ എല്ലാം നമ്മൾ ഈ ട്രാക്ക് പിടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇറങ്ങാൻ പറ്റില്ല, അതായത് എൻ്റെ ബുദ്ധിമുട്ട്. അതായത് നമ്മൾ കയറുന്ന പോലെ തിരിഞ്ഞിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അപ്പുറത്തെ ക്രാഷ് ഗാർഡ് പിടിച്ച് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാം. ഏറെക്കുറെ യാത്ര കേരളം വരെ അങ്ങനെയായിരുന്നു. പക്ഷെ അത് ശരിക്കും ഒറ്റക്കാലിലെ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എങ്ങനെ മാം ആ സമയത്തൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ? കാരണം വേറെ സ്ഥലത്തു നിന്നാണ് ഈ വീട്ടിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും പേടി. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്തിനിപ്പോൾ ഇങ്ങനെ പോണേന്ന് തന്നെയാണ് ആദ്യം അച്ഛൻ എന്നോട് ചോദിച്ചത്. അപ്പം അതിനൊക്കെ ഒരു ആൻസർ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് കാണുമ്പോൾ മേ ബി അവർക്ക് ആ അഭിമാനം തോന്നാം. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ, വേറെ ഒന്നുമല്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടുതൽ നമ്മൾ ടെൻഷൻ അടിപ്പിക്കാതെ നമുക്കിതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ചെറുപ്പത്തിലെ നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് അത് അങ്ങനെ പോയി. ഞാൻ കൂടുതൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ എത്തി, എല്ലാം അപ്പം അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ, കാരണം ഓരോ സ്റ്റേഷൻ കഴിയുമ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് എല്ലാം എൻ്റെ ആ ഗ്രൂപ്പിലേക്ക് വരും. അപ്പോൾ എവിടെ എത്തി, അവർക്കും ആകാംക്ഷയാണ് ഞാൻ എവിടെ എത്തി എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഡെയിലി മോർണിംഗിൽ ഒരു ഗുഡ് മോർണിംഗ് ഇടും, ഞാൻ ഇറങ്ങി എന്ന് പറയും, പിന്നെ ഇവിടെ എത്തി എന്ന് പറയും, ഭക്ഷണം കഴിച്ചു. അങ്ങനെ അന്നത്തെ ട്രാവൽ ഇവരെല്ലാവരും എൻ്റെ കൂടെയാണ്. ചെറിയ വീഡിയോ ഇടും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയും. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമുക്കിത് ഒരിക്കലും ഒരു പ്ലാൻഡ് അല്ല, ഒരു സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടിയില്ല. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഹേർഡിൽസ് ഇല്ലാണ്ടാവും. ഇത് സ്പോൺസർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫിനാൻഷ്യലി എവിടെ സ്റ്റേ ചെയ്യും, അതൊക്കെ വലിയൊരു പാടാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളൊരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു അറിയാത്ത സ്ഥലത്ത്, ഒരു ലാംഗ്വേജ് അറിയാത്ത സ്ഥലത്ത് എവിടെ പോയി നമ്മൾ കിടക്കും? അതും ഈ വണ്ടിയുണ്ട്, സാധനങ്ങൾ നമുക്കൊന്നും ഒരു ലോക്ക് ചെയ്തോ അങ്ങനത്തെ ഒന്നുമല്ല. കാറാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമ്മുടെ പേഴ്സ് എല്ലാം ഉണ്ട്, നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ എവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുറേ നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ്, അദ്ദേഹം സത്യനാരായണ മുണ്ടയൂർ, അദ്ദേഹം ഒരു പത്മശ്രീ പുരസ്കാര ജേതാവാണ്. അരുണാചൽ പ്രദേശിൽ ഒരു ലൈബ്രറി മൂവ്മെൻറ്റുമായിട്ട് കുട്ടികളെ ഒരുപാട് മാറ്റങ്ങൾ, പുസ്തകങ്ങൾ കൊടുത്ത് ഒരുപാട് വിപ്ലവം നടത്തിയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസാണ് കൂടുതലും നോർത്തിലെ ഇവർ കളക്ടേഴ്സ് എല്ലാവരും. അപ്പം അദ്ദേഹം കണക്ട് ചെയ്തു. ആദ്യം പോലെ എന്നെ ഫോളോ ഉണ്ടായിരുന്നു, നീ വിളിക്കുക. പക്ഷേ ഞാൻ ഈ ആകാശവാണിയുടെ ഒരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട് ആദ്യത്തെ വിസാഖ് എനിക്ക് ആകാശവാണിയുടെ ഗസ്റ്റ് ഹൗസുകൾ കിട്ടി. പിന്നെ അങ്ങോട്ട് എങ്ങനെ നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എവിടെ സ്റ്റേ ചെയ്യും, എന്ത് ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, ബാംഗ്ലൂരൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴും എവിടെയാണ്, ഇവൻ ബാംഗ്ലൂർ 4 മണിക്ക് എത്തിയത്, രാവിലെ 5 മണിക്ക് ഇറങ്ങിയിട്ട് 4 മണിക്ക് എത്തുമ്പോൾ പോലും ഞാൻ എവിടെ സ്റ്റേ ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. കാലൊക്കെ ഇങ്ങനെ വേദന എടുത്തിട്ട് പോയി. അപ്പം അങ്ങനെയൊരു സിറ്റുവേഷനിൽ ഞാൻ നേരെ ബാംഗ്ലൂരിൽ നമ്മുടെ ആകാശവാണിയുടെ സ്റ്റേഷനകത്ത് ബൈക്ക് കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്, കൊച്ചി FM എന്നാണ് വരുന്നത്, എനിക്ക് തീരെ അനങ്ങാൻ പറ്റത്തില്ല, ബൈക്ക് ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ സ്റ്റേ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മൾ അവിടെ ഉള്ളൊരു സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ ഭാര്യയും മകളും ഉണ്ട്, നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഇദ്ദേഹം വൺസ് ഈ ഉണ്ണിയേട്ടൻ എന്നെ അടുത്ത് ഹാൻഡിൽ ചെയ്തതിന് ശേഷം പിന്നെ ഗസ്റ്റ് ഹൗസുകളെല്ലാം ഗവൺമെൻറ് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ. കാരണം ഇപ്പോൾ ഗുജറാത്തിലാണെങ്കിലും IIT IIM-ലാണ് ഞാൻ അവിടുത്തെ ഗസ്റ്റ് ആയിരുന്നു, IIM-ലെ ഗസ്റ്റ് ആയിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് വലിയ ബോംബെയിലും അതേപോലെ തന്നെ IIM ബോംബെയിലെ ഗസ്റ്റ് ആയിട്ടൊക്കെയാണ്. നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം അത് വലിയ സന്തോഷം തന്നെയാണ്. നമുക്കൊരു അംഗീകാരം എന്നൊക്കെ പറയത്തില്ലേ, ഒരു ഷീൽഡ് തരിക അല്ലെങ്കിൽ ഒരു ഇത് തരിക എന്നുള്ളതൊന്നും അല്ല. നമുക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുക, അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു പ്രോഗ്രാം ചെയ്യുക, അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് തോന്നുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് മാം അവിടെ ചെല്ലുമ്പോൾ? അവരെങ്ങനെയായിരുന്നു മാം അവിടെ കംഫർട്ടബിൾ ആയിരുന്നോ? തീർച്ചയായിട്ടും കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരാളുടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ കുറേ ഏറെക്കുറെ കംഫർട്ടബിൾ ആകും. ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുക, അവിടുത്തെ ആളുകളെ അറിയുക, അവിടുത്തെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കുക, അത് പഠിക്കാനുള്ളൊരു ചാൻസും കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഗെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല, അല്ലാതെ നമ്മളെ അവർ അല്ലെങ്കിൽ നമ്മളെ അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതല്ല, നമ്മളെങ്ങനെ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്.
അപ്പം അവിടെ എത്തുമ്പോൾ നമ്മൾ അവരുടെ ആളുകളെക്കുറിച്ച് അവിടെ ഭക്ഷണം മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഈ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾക്ക് എന്താ എല്ലാം കിട്ടിയോ നിങ്ങൾ എന്ത് കഴിച്ചു എന്നൊക്കെ ചോദിച്ചു. നമ്മളത് ഈ പറഞ്ഞ ഒരു ട്രാവലറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി വേണ്ടത് ഭക്ഷണം എന്തും കഴിക്കാനുള്ളൊരു സന്നദ്ധത ഇതാക്കുക എന്നുള്ളത്. അതായത് ഇപ്പം എന്ത് കിട്ടിയാലും കഴിക്കണം. ഇപ്പം വെള്ളമാണെങ്കിലും എങ്ങനെയും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പം നമ്മൾ അവിടുത്തെ ഭക്ഷണം കഴിക്കുക, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ബാക്കിയുള്ളവർ എവിടെയെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും ബൈക്കിവിടെ കൊണ്ടുപോയിച്ചു, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും പലർക്കും ഈ സോളോ എന്നൊക്കെ പറഞ്ഞാലും മനസ്സിലാവത്തില്ലല്ലോ. കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ബാക്കിയുള്ള ഗ്യാങ് എവിടെയെന്നാണ് ചോദിക്കുക. നമ്മൾ ഗ്യാങ്ങൊന്നുമില്ല, ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഭയങ്കര അത്ഭുതമാണ്. പിന്നെ കുറേ പേർക്ക് കുറേ സ്ഥലത്ത് പോകുമ്പം അവർ കാണിക്കുന്നത്, ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഇവിടെ ചെന്നാൽ എങ്ങനെയായിരിക്കും, പലരും നമ്മളെ സെല്യൂട്ട് ചെയ്ത് ഒക്കെ പറഞ്ഞു വിടുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ പലരും കുറച്ചും കൂടെ റെസ്പെക്റ്റാണ് സ്ത്രീകളെ പൊതുവെ പുറത്തേക്ക് ചെല്ലുമ്പോൾ. നമ്മൾ കേരളം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും ഭയങ്കര റെസ്പെക്റ്റായിട്ട് റെസ്പെക്ട്ഫുൾ പേഴ്സണായിട്ടാണ് നമ്മൾ അവിടുന്ന് ആ ഒരു രംഗം വിടുന്നത്. അവർക്ക് ഭയങ്കര ഒരു ദിവസം കൂടെ നിൽക്കാം, അല്ലെങ്കിൽ കുറേ സംസാരിക്കാനുണ്ട്, അങ്ങനെയൊക്കെ.